ഗൈസ് ISL വിന്നേഴ്സിനെ ഡിസൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ISL കപ്പ് വിന്നേഴ്സ് ആരാണ് എന്നറിയാൻ പോകുന്നത് ഈ ശനിയാഴ്ചയാണ്. മോഹൻ ബഗാനും ബംഗളൂരു എഫ്സിയും തമ്മിലുള്ള മത്സരം. എന്താണെങ്കിലും അതേ ദിവസം തന്നെ ആരായിരിക്കും ഐ ലീഗിൽ ഇത്തവണത്തെ വിന്നർ എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഏപ്രിൽ 28 വരെ കാത്തിരിക്കേണ്ട എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു കോമഡി സാഹചര്യമാണ് സത്യം പറഞ്ഞാൽ. ഐ ലീഗ് ഓൾറെഡി കഴിഞ്ഞു, എന്നിട്ടും വിന്നർ ആരാണ് അല്ലെങ്കിൽ ISLലേക്ക് പ്രൊമോഷൻ കിട്ടിയ ടീം ഏതാണ് എന്നറിയാത്ത സാഹചര്യങ്ങൾ, അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ്. എന്താണെങ്കിലും ഐ ലീഗ് കഴിഞ്ഞ് 3 ആഴ്ച വരെ അത് കാത്തിരിക്കേണ്ടി വരുമെന്നുള്ള സാഹചര്യം ഒരു കോമഡി സിറ്റുവേഷൻ ആണെന്നൊക്കെ ഉള്ളത് നമ്മൾ പറഞ്ഞിരുന്നത്. അതാണെങ്കിലും വലിയ തോതിലുള്ളൊരു പ്രഷർ വന്നതുകൊണ്ട് ഈ ഒരു ഡിസിഷൻസ് ഒക്കെ നേരത്തെ എടുക്കാമെന്നുള്ള തരത്തിലേക്ക് AFF മാറുന്നു. അങ്ങനെയാണ് ഏപ്രിൽ 12 ഈ പറഞ്ഞൊരു കമ്മിറ്റി, ഒരു പാനൽ കമ്മിറ്റി ചേരുന്നതും അന്ന് ഈ ഒരു ഡിസിഷൻ എടുക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്കും വരുന്നത്. നിലവിൽ പ്രൊഫഷണൽ ചാമ്പ്യൻസ് എന്ന നിലയിൽ നിൽക്കുന്നത് ചർച്ചിൽ ബ്രദേഴ്സാണ്. അവർക്ക് 40 പോയിൻ്റാണുള്ളത്. ഇൻ്റർകാഷിക്ക് 39 പോയിൻ്റാണുള്ളത്. നമുക്കറിയാമല്ലോ സെനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നാംദാരി വേഴ്സസ് ഇൻ്റർകാഷി മത്സരത്തിൻ്റെ ഒരു പോയിൻറ്റ്സ് ആണ് ഇതിൽ മേജർ ഫാക്ടറായിട്ട് മാറുന്നത്. അതിൽ നാംദാരി ആ ഒരു മത്സരത്തിൽ വിജയിച്ചതാണ്. പക്ഷേ ഇനെലിജിബിൾ ആയിട്ടുള്ള ഒരു പ്ലെയറെ കളിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ ആദ്യം ഇൻ്റർകാഷിക്ക് 3 പോയിൻ്റ് അവാർഡ് ചെയ്തതാണ്. പിന്നീട് അപ്പീൽ കമ്മിറ്റിയിൽ പോയിട്ടാണ് അത് സ്റ്റേ ചെയ്യുന്ന സാഹചര്യമൊക്കെ വന്നത്. അപ്പം അതിൻ്റെ ഒരു വിധി വരാത്ത സാഹചര്യത്തിലാണ് ആരാണ് ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു അൺസർട്ടനിറ്റിയിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു വിധിയിലേക്ക് വരുന്നൊരു സമയത്ത് ഹെഡ് ചെയ്യുന്നത് റിട്ടയേർഡ് ഹൈക്കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള രാജേഷ് ടാൻഡോ, അതുപോലെ സെഷൻ കോർട്ട് ജസ്റ്റിസ് ആയിട്ട് ഉണ്ടായിരുന്ന അശോക് ത്രിപാഠി എന്നിവരാണ്. പിന്നെ 2 ലോയേഴ്സും അവരുടെ സൈഡിൽ നിന്നൊക്കെ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും ആരാകും ഒരു വിജയ് എന്നുള്ള കാര്യം നമുക്ക് ഈ പറഞ്ഞ ശനിയാഴ്ച അറിയാനായിട്ട് സാധിക്കുക. ഈ ഒരു ലീഗ് കഴിഞ്ഞതിന് ശേഷം 2 ടീമുകളും, അതായത് ചർച്ചിൽ ബ്രദേഴ്സും ഇൻ്റർകാഷിയും തങ്ങൾ ചാമ്പ്യൻസ് ആണെന്ന നിലയിൽ ഞങ്ങൾ ഫയൽ വാൻ ജയിച്ചേ എന്നുള്ള രീതിയിലൊക്കെയുള്ള ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഏത് ഫയൽ വാനാണ് ജയിച്ചതെന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല. അതറിയണമെങ്കിൽ ഏപ്രിൽ 12 വരെ കാത്തിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇനിയിപ്പം ഒരുപാട് കാത്തിരിക്കേണ്ട, നാളത്തോടു കൂടി നമുക്ക് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എന്നാണെങ്കിലും ആര് വിജയിച്ചാലും ഒരു കോൺട്രവേഴ്സി അത് ഇന്നെവിറ്റബിൾ ആണ്, ഒഴിവാക്കാനേ പറ്റില്ല എന്നുള്ളതാണ്. ഇത് നേരത്തെ തന്നെ AFF വർക്കൗട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു വിധിയൊക്കെ വരണമായിരുന്നു. ഇത് ലേറ്റാക്കി കൊണ്ട് പോയതാണ് ഈ പറഞ്ഞ കോൺട്രവേഴ്സിയിലേക്കൊക്കെ മുന്നോട്ട് പോകാൻ കാരണമായ ഒരു ഫാക്ടറായിട്ട് മാറിയത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും കമ്പോസ് ലെവൻ സൈനിങ് ഓഫ്.